കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നാടാണ് തൃശ്ശൂർ. സാംസ്കാരിക പൈതൃകം എന്ന് മാത്രമല്ല, ചിലപ്പോൾ തോന്നും മതമുണ്ടായ നാട്, കേരളത്തിലെ മതം സംസ്കാരങ്ങൾ ഉണ്ടായ നാട് തൃശ്ശൂരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി, അതായത് മുസ്ലിം സമുദായം കേരളത്തിൽ ആദ്യമായി ഒരു പള്ളി സ്ഥാപിച്ചത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരെ ചേരമാൻ പള്ളിയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ആദ്യത്തെ പള്ളി പാലിയൂർ പള്ളിയാണെന്ന് പറയുന്നു. ചാവക്കാടിനടുത്തുള്ള പാലിയൂർ പള്ളിയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഹൈന്ദവ ക്ഷേത്രം ശ്രീ വടക്കനാഥ ക്ഷേത്രമാണെന്ന് പറയുന്നു. പരശുരാമനുമായി ബന്ധപ്പെട്ട പറയുന്ന കേരളത്തിൽ ആദ്യം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം, പരശുരാമൻ കേരളം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി പ്രതിഷ്ഠിച്ചത് ശിവനെയാണെന്ന്, ആ ശിവക്ഷേത്രം ആദ്യത്തെ ശിവക്ഷേത്രം ശ്രീ വടക്കനാഥ ക്ഷേത്രമാണെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ വ്യവസായ പ്രമുഖരെ എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലെ വ്യാവസായിക പ്രമുഖരെ എടുത്തു കഴിഞ്ഞാൽ, കേരളത്തെ മൊത്തത്തിൽ കേരളം എന്ന നാടിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ കാരണക്കാരായ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖരെല്ലാം തന്നെ വസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരിൻ്റെ ബിസിനസ് ലോകത്തെ നയിക്കുന്ന, കേരളത്തിലെ ബിസിനസ് ലോകത്തെ നയിക്കുന്ന പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ, അതുപോലെ സമ്പന്നരുടെ ഒരു നീണ്ട നിര തന്നെ തൃശ്ശൂർ കാണാൻ സാധിക്കും. MA യൂസഫ് അലി, ശോഭ ഗ്രൂപ്പിൻ്റെ ശോഭ മേനോൻ, കല്യാൺ സിൽക്സ്, കല്യാൺ ജൂലേഴ്സ്, അതുപോലെ തന്നെ ആസാദ് മൂപ്പൻ, ഗൾഫാർ, മുഹമ്മദ് അലി, നീണ്ട നിര, അങ്ങനെ മറ്റേ ജോയി ആലുക്കാസ് എന്ന് വേണ്ട ഒരു നീണ്ട നിര തന്നെ, വ്യവസായ പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ തൃശ്ശൂരിൽ കാണാൻ സാധിക്കും. തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തൃശ്ശൂർ ഒരു കലാകാരന്മാരുടെയും കലയെ ആസ്വദിക്കുന്ന വലിയൊരു മനുഷ്യരുടെ കൂട്ടമാണ് തൃശ്ശൂർ കാണാൻ കഴിയുന്നത്. പെരുവരൻ കുട്ടന്മാരാരുടെയൊക്കെ ചെണ്ടമേളവും, അതുപോലെ തന്നെ ചെണ്ടയാണെങ്കിലും മേളമാണെങ്കിലും ആനയോടല കമ്പമാണെങ്കിലും ഒക്കെ തൃശ്ശൂർ കഴിഞ്ഞിട്ടേ മറ്റൊന്നിന് കാണുള്ളൂ. പൂരങ്ങൾ, എത്രയോ ക്ഷേത്രങ്ങളുടെ പൂരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ നാട്, ആനകൾക്ക് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകളുള്ള നാട്, ഏറ്റവും കൂടുതൽ പൂരങ്ങളുള്ള നാട്, ഏറ്റവും കൂടുതൽ വെടിക്കെട്ടുകൾ നടക്കുന്ന നാട്, ഇങ്ങനെ മനോഹരമായ ഒരു വർണ്ണ വിസ്മയം തീർക്കുന്ന ഒരു നാടാണ് തൃശ്ശൂർ. തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർ ക്ഷേത്രങ്ങൾ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ എടുത്താൽ ആ ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. ഗുരുവായൂർ ക്ഷേത്രം, വടക്കനാഥ ക്ഷേത്രം, തൃപ്പരയാർ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ക്ഷേത്രം, കൂടൽമാണിക്യ ക്ഷേത്രം, അതുപോലെ തന്നെ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, തിരുവിലാമല ക്ഷേത്രം, ഉത്രാളിക്കാവ് എന്ന് വേണ്ട, പാമ്പമേക്കാട് എന്ന് വേണ്ട നിരവധി ക്ഷേത്രങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കാണാൻ സാധിക്കും. അതുപോലെ പുത്തൻപള്ളിയും ലൂർദ് പള്ളിയും പാവറട്ടിപ്പള്ളിയും എന്ന് വേണ്ട പ്രശസ്തമായ ഒട്ടേറെ പള്ളികൾ തൃശ്ശൂർ ജില്ലയിൽ കാണാൻ സാധിക്കും. മതമൈത്രിയുടെ ഏറ്റവും നല്ല കേന്ദ്രമാണ് തൃശ്ശൂർ. കാരണം മതമുണ്ടായത്, ഈ പറയുന്ന മതസംസ്കാരങ്ങളെല്ലാം തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നാൻ കഴിയും. കാരണം ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ആ മതസംസ്കാരത്തിൻ്റെ ആദ്യത്തെ ആരാധനാലയങ്ങളെല്ലാം തന്നെ ഉണ്ടായത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകം എടുത്താൽ തന്നെ മലയാളിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എത്രയോ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ജനങ്ങളാണ് തൃശ്ശൂരുള്ളത്. തൃശ്ശൂരിൻ്റെ സംസാര ഭാഷ തന്നെ കേൾക്കാൻ എന്ത് മനോഹരമാണ്. അവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ തന്നെ എത്ര മനോഹരമാണ്. തൃശ്ശൂർ ഭാഷയോടുള്ള മലയാളിയുടെ ഇഷ്ടം എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും മതിയൊരുകില്ല. എവിടെ ചെന്നാലും അവരെ കാണുമ്പോൾ, ആ നാടിൻ്റെ സംസാര ഭാഷ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കൗതുകം തോന്നും. മലയാള സിനിമയിൽ തന്നെ ഒട്ടേറെ ഹിറ്റുകൾ ആ തൃശ്ശൂരിൻ്റെ സ്ലാങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്. തൂവാനത്തുമ്പികളാണേലും പ്രാഞ്ചിയേട്ടനാണേലും അങ്ങനെ ഒട്ടേറെ സിനിമകൾ, തൃശ്ശൂർ സംസാര ഭാഷയുള്ള ഒട്ടേറെ സിനിമകൾ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ നമ്മളോട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് അത്ര മനോഹരമായ ഒരു കാര്യമാണ്.